ഡിയർ ഫാമിലി, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നമ്മൾ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മുടെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് എനർജി പവറിൽ നമ്മളിതാ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വർക്ക് പഠിക്കുന്നു, പിന്നെ എനർജി പഠിക്കുന്നു, പിന്നെ പവർ പഠിക്കുന്നു. ഇത്രയാണ്. സോ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് തിയറട്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ, അതായത് ചാപ്റ്റർ റിവിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ലൈവിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആണല്ലോ, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ വർക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് F.S അഥവാ FS കോസ് തീറ്റ എന്നുള്ളതാണ് അല്ലേ. എഫ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ്, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആൻഡ് ഈ കോസ് തീറ്റ എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ SI യൂണിറ്റ് ഓർത്തിരിക്കുക, ജൂളാണ്. അതേപോലെ തന്നെ ഇതെന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതും കൂടെ ഓർക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യം എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മിസ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ഇവിടെ നമ്മൾ പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും അല്ലെ, ടൈപ്സ് ഓഫ് വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ സീറോ വർക്ക് ഉണ്ട് അല്ലേ. എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്തു, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് FS കോസ് തീറ്റ ആണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിട്ടാണ് വരിക അല്ലേ. അപ്പോൾ തീറ്റ 0 ഡിഗ്രി ആവുന്ന സമയത്ത് ഇവിടെ കോസ് തീറ്റ 1 ആയിട്ട് പോകും. സോ F ഇൻറ്റു S എന്ന് വരും. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയുക. ഇപ്പോൾ ഫോഴ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് ആണെന്ന് പറയാം. ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു, പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രിക്ഷൻ ഒക്കെ ചെയ്യുന്ന, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എങ്ങോട്ടാണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളത് അതിന് ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷൻ ഉള്ളത്. അപ്പോൾ പൊതുവേ ഈ ഫ്രിക്ഷൻ ചെയ്യുന്ന ഫോഴ്സുകളൊക്കെ, അതായത് വർക്കുകളൊക്കെ നെഗറ്റീവ് വർക്കായിട്ടാണ് വരിക കേട്ടോ. അതുകൊണ്ടാണ് -F.S എന്ന് വരുന്നത്. കാരണം ഇത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ 180 ഡിഗ്രി വരും. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും സൈൻ വരുന്നുണ്ടാവുക. സോ നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. ഇനി അടുത്തത് സീറോ വർക്ക്. സീറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? കോസ് തീറ്റ എന്ന് പറയുന്നത് അവിടെ എന്തായി പോകും അല്ലേ? കോസ് തീറ്റ എന്ന് പറയുന്നത് അവിടെ കോസ് 90 ആകും. അപ്പോൾ കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവിടെ 0 ആയിട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഫോഴ്സ് 0 ആവുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി കഴിഞ്ഞാലും അവിടെ വർക്ക് 0 ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, എക്സാമ്പിളാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്. അതായത് ഇപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെൻറ്ററിലേക്കാണ് ഫോഴ്സ് വരിക. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെൻറ്ററിലേക്കാണ് ഫോഴ്സ് ഉള്ളത്, ആൻഡ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാ. സോ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? 90 ഡിഗ്രി ആവും. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, അതായത് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. അതായത് ഫോഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമ്മളവിടെ ഇൻറ്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് F.ds, അതായത് സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ ചെയ്യുന്ന വർക്ക് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ഫോഴ്സ് അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഈ ഏരിയനെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് F.S എന്നാണ് വരിക അല്ലേ. ദാറ്റ് ഈസ് വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലാണ് വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ എനർജിയിലേക്ക് പോകണം. ഇത്രയേ ഉള്ളൂ നമ്മൾ വർക്കിനെ പറ്റി പഠിക്കേണ്ടത്. ഇനി എനർജിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യമാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഷൻ കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് അല്ലേ. ദ എനർജി ഡ്യൂ ടു മോഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഒന്ന് P²/2m, അതേപോലെ തന്നെ √2m kV. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് ½ mv². റെഡി? അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നോക്കുക, ഇഫ് പി ഈസ് സെയിംസ് ഫോർ ദി ഒബ്ജക്റ്റ്, അതായത് നിങ്ങളോട് പറയുകയാണ് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, ഈ ഒബ്ജക്റ്റിൻ്റെ എന്താ പറയുക
മൊമെൻറ്റം അല്ലെ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് ആണല്ലേ, മൊമെൻറ്റം എന്ന് പറയുന്നത് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ എന്തുണ്ടാവുക, കൈനറ്റിക് എനർജി ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരേ നോക്കുക, പി സെയിം ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. പി സെയിം ഒബ്ജക്റ്റ് വിത്ത് ലെസ്സർ മാസ് വിൽ ഹാവ് മോർ കെ. അതായത് പി സെയിം ആണെന്ന് വിചാരിക്കാം, അതായത് മൊമെൻറ്റം രണ്ട് ബോഡീസിലും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാസിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആർക്കാണോ മാസ് കൂടുതൽ അയാൾക്ക് കൈനറ്റിക് എനർജി കുറവായിരിക്കും, ആർക്കാണോ മാസ് കുറവ് അയാൾക്ക് കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ ഇഫ് പി സെയിം, മൊമെൻറ്റം സെയിം ആണെങ്കിൽ ഒബ്ജക്റ്റ് വിത്ത് ലെസ്സർ മാസ് വിൽ ഹാവ് മോർ കൈനറ്റിക് എനർജി. ഇനി അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയാണ് സെയിം എന്ന് വിചാരിക്കുക. കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ ഒബ്ജക്റ്റ് വിത്ത് ഗ്രേറ്റർ മാസ് വിൽ ഹാവ് മോർ പി. ഓക്കെ, കൈനറ്റിക് എനർജി കൂടുതൽ ആർക്കാണ് ഉണ്ടാവുക? അത് കൈനറ്റിക് എനർജി രണ്ടിനും സെയിം ആണെന്ന് വിചാരിക്കാം. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ രണ്ടിനും കൈനറ്റിക് എനർജി സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഏതിനാണ് കൂടുതൽ മൊമെൻ്റ് ഉണ്ടാവുക. മാസ് ആർക്കാണോ കൂടുതലുള്ളത് അയാൾക്കായിരിക്കും കൂടുതൽ മൊമെൻ്റ് ഉണ്ടാവുക. ആ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ദാറ്റ് ഈസ് വർക്ക് എനർജി തിയറം. എന്താണ് മക്കളെ വർക്ക് എനർജി? ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും കേട്ടോ. വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ്, അതായത് ഒരു ഒബ്ജക്റ്റിൽ ഉള്ള എല്ലാ ഫോഴ്സുകളും ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അഥവാ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ എന്നാണ് പറയുക. ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, നമ്മൾ പഠിക്കണം. അത് മിസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യൂ കേട്ടോ. അടുത്ത നോക്കുക, കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പാത്ത് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ്, അതായത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിൻ്റെ വർക്ക് ഡൺ 0 ആയിരിക്കും. ഇവിടെയോ വർക്ക് ഡൺ ഓഫ് ദ ക്ലോസ്ഡ് പാത്ത് 0 ആയിരിക്കില്ല. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആർക്ക് മാത്രമാണ് കൊടുക്കുന്നത്? കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് മാത്രമാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ അല്ലേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെക്കുക. മെയിൻലി നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകളുടെ എക്സാമ്പിൾ ആയിട്ട് ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ് ഒക്കെയാണ് വരാറ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന ഫോഴ്സുകളാണ് അല്ലേ. അതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സുകളാണ് കേട്ടോ. ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ളതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്താണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൂട്ടുന്നതാണ് അല്ലേ. ഇത് രണ്ടും കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ നോക്കുക, ദ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇഫ് ദ ഫോഴ്സസ് ഡൂയിങ് ദ വർക്ക് ഓൺ ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഓൺലി. കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്, വർക്ക് ഡൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ എനർജിയും ഇതേപോലെ തന്നെ. ആ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ടോ ഉണ്ടാവുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, mgh ആണ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, അതായത് സ്പ്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്. ഏതാ? ½ kx² ഡെറിവേഷൻ ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പവർ എന്താ? ദാറ്റ് ഈസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അഥവാ പവറിനെ നമ്മൾ വർക്ക് ബൈ ടൈം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി വെലോസിറ്റിൻ്റെ ടേമിൽ അല്ലെങ്കിൽ വെക്ടർ ഫോമിൽ നമ്മൾ എഴുതാൻ പറയുകയാണെങ്കിൽ F.v ആണ് കേട്ടോ. എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. യൂണിറ്റ് ഓർത്തിരിക്കുക, വാട്ടാണ്. ഇതൊരു പവർ ആണെങ്കിലും അതേപോലെ തന്നെ എനർജി ആണെന്നുണ്ടെങ്കിലും വർക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നും കൂടെ ഓർക്കണം കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊളീഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കൊളീഷൻസ് രണ്ട് തരത്തിലുണ്ട്. ഇലാസ്റ്റിക് കൊളീഷനും ഉണ്ട്, ഇൻഎലാസ്റ്റിക് കൊളീഷനും ഉണ്ട് അല്ലേ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊമെൻറ്റവും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ആ ഇലാസ്റ്റിക് കൊളീഷൻ്റെ ഇക്വേഷൻ, അതായത് ഒരു ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. റിലേറ്റീവ് വെലോസിറ്റീസ് തമ്മിൽ അല്ലെ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആണെന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൊടുക്കണം കേട്ടോ. ഇനി ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം അവിടെ
എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷേ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല, എനർജി ലോസ് ഉണ്ടായിട്ടുണ്ടാവും. ആ എനർജി ലോസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി എന്താണ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ബോഡീസ് മൂവ് ടുഗെദർ ആഫ്റ്റർ ദ കൊളീഷൻ, അതായത് രണ്ട് ബോഡീസ് വന്ന് കൊളീഷൻ നടന്നു, കൊളീഷൻ നടന്നതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. ഈ പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ്റെ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച്, അല്ലെങ്കിൽ അവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി. എത്ര കൈനറ്റിക് എനർജിയാണ് കൊളീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ് നമ്മുടെ വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ജസ്റ്റ് മിസ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഓടിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ചോദ്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓൺ സെറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഇതേപോലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് വരുന്നുണ്ടാവും. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് വേണ്ടതെന്നുള്ളത് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.